ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹാദരങ്ങളുടെ സ്വാഗതം. ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. അങ്ങനെ മേടമാസം പുലർന്നു, വിഷുവും വരവായി. മുംബൈയിൽ എവിടെ നോക്കിയാലും നമുക്ക് കണിക്കൊന്നകൾ കാണാൻ സാധിക്കും. അപ്പോ സ്വർണ്ണ വിഭൂഷിതയായ പ്രകൃതിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രകൃതി അങ്ങനെ വളരെ സുന്ദരിയായിരിക്കുന്നു. നാടും നഗരവും വിഷു കാഴ്ചകൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും ഒരു വിഷു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഹലോ മുംബൈയിൽ ഇന്ന് വിഷു പ്രോഗ്രാമാണ്. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ബോംബെയിൽ വിഷുക്കാലമായി. വിഷു ആയ നമ്മൾ മലയാളീസ് ഏറ്റവും കൂടുതൽ പോകുന്നത് മലയാളി കടകളിലാണ്. അങ്ങനെ ഒരു മലയാളി കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് മനോജ് ചേട്ടനോട് ചോദിക്കാം, ഇവിടെ എന്താണ് വിഷു ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത്? വിഷുവായിട്ട് നമ്മൾ കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കും. ഇവിടെ 3000-ൽ പരം മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. എല്ലാ വർഷവും നമുക്ക് നല്ല രീതിയിൽ തിരക്കുണ്ടാകാറുണ്ട്. നല്ല രീതിയിലാണ് എല്ലാ വർഷവും വിഷുചന്ത ഒരുക്കാറ്. നമ്മൾ അറിഞ്ഞിട്ട് കേരളത്തിൽ വരുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ തമിഴ്നാട് നിന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് കേരളത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കണിവെള്ളരി ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കുകയാണ്. നമുക്ക് വണ്ടിയുണ്ട് പ്രത്യേകം അതിന് വേണ്ടിയിട്ട്. പച്ചക്കായ, നേന്ത്രക്കായ, ചെറിയ പഴങ്ങൾ, വേണ്ട സകല സാധനങ്ങൾ, പച്ചക്കറി ഉൾപ്പെടെയുള്ള സകല സാധനങ്ങൾ നമുക്ക് നാട്ടിൽ നിന്നാണ് നേരിട്ടെത്തുന്നത്. അപ്പൊ ഇവിടെ വെജിറ്റബിൾസ് കൂടാതെ വിഷു ഒരുക്കുന്നതിന് വേണ്ടി, സദ്യ ഒരുക്കുന്നതിന് വേണ്ടി എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൊന്നപ്പൂ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും, സെറ്റ് മുണ്ടുകള്, വിഷുവിന് വേണ്ട എല്ലാ സാധനങ്ങളും. കട വിഷുവിന്റെ സമയത്ത് ടൈമിങ്സ് ഒക്കെ എങ്ങനെ? ഞങ്ങളൊരു സ്പെഷ്യൽ വിഷു ചന്ത തന്നെ ഒരുക്കാറുണ്ട്. അപ്പൊ ചേച്ചി വിഷു ആയിട്ട് വന്ന ഐറ്റംസ് ആണോ ഇതെല്ലാം? വിഷുവായിട്ട് കുറെ പാലട മിക്സ്, സാരികള്, അങ്ങനെ പിന്നെ ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ തലേദിവസമാണ് വിഷുവിന്റെ പൂക്കള്, വിഷു കണി വയ്ക്കാനുള്ള സാധനങ്ങൾ വരുന്നത്. പിന്നെ ചക്ക, മാങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാകാറുണ്ട്. അപ്പൊ ചേച്ചി ഫുൾ ടൈം ഇവിടെ തന്നെയാണോ? രാവിലെ എത്ര മണിക്ക് വരും? രാവിലെ ഞാൻ 11-12 മണിയൊക്കെ ആകുമ്പോൾ വരും. ശേഷം പിന്നെ ഞങ്ങളുടെ സ്നാക്സിന്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഇതിലേക്ക് നോക്കും. പിന്നെ അതിനുശേഷം വൈകുന്നേരം ഫുൾ ടൈം ഉണ്ടാവും. അപ്പൊ വിഷുവിനും ഇവിടെ തന്നെയാണോ? അപ്പൊ വിഷുവിന് വീട്ടില് ഞങ്ങളുടെ ഫുഡിന്റെ കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞങ്ങളും ആ കൂടെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടൊരു വിഷു വിഷു കണി വെക്കും. വിഷുവിന്റെ ഇതൊന്നും ഭക്ഷണങ്ങളൊന്നും വീട്ടിൽ തന്നെ ഉണ്ടാക്കാറില്ല. ഞങ്ങളുടെ ക്യാൻറ്റീനുണ്ട്, അവിടെയാണ് ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ചേട്ടൻ പറഞ്ഞു വിഷുവിന് പായസം ഇവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ പായസം ചേച്ചി ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് അതോ വേറെ ആൾക്കാരുണ്ട്, ജോലിക്ക് സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്? അപ്പം നാളെയാണ് വിഷുവെങ്കിലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയാണ് അല്ലേ? എന്താണ് അർജുൻ പരിപാടി? സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാ? എല്ലാം റെഡിയാണ്. എല്ലാം റെഡിയാണ്. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അടുത്ത് ഇനി എല്ലാം സെറ്റാണ്. എന്താ ഇന്നിപ്പോ സമയം എത്രയായി? വൈകുന്നേരമായി. ഒരു നിമിഷം ബിജു ഒന്ന് എടുത്ത്. വിഷു ഏകദേശം വീടിന്റെ പടി വരെ എത്തി. വൈകിട്ട് എന്താണ് പരിപാടി? വൈകിട്ട് ആസ് യൂഷ്വൽ നമ്മള് നാളേക്കുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ബിജുവിന് പിടിയിട്ടില്ല. വൈകിട്ടേ ഉള്ളു പരിപാടി. എന്തൊക്കെയുണ്ട് സാധനം? എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ? നാട്ടിലെ പോലെയാണോ അതോ? നാട്ടിലെ പോലെ തന്നെയാണ് നമ്മള് നോക്കുക. പക്ഷെ എന്നാലും ആൾക്കാർ എല്ലാരും ഉണ്ടാവില്ല. എല്ലാ ഫ്രണ്ട്സ് ഫാമിലി പോലെ നമ്മൾ സെലിബ്രേറ്റ്. ഫാമിലി ഐ മീൻ അച്ഛനും അമ്മയൊക്കെ എവിടെയാണ്? നാട്ടിലെ കണ്ണൂരാണ്. അപ്പൊ ഹസ്ബൻഡിനോട് പറയല്ലേ എനിക്ക് നാട്ടിൽ പോണോന്ന്? ഇവിടുത്തെ തിരക്ക് അവരിങ്ങോട്ട് വരുമോ? ചിലപ്പോ വരാറുണ്ട്, ചിലപ്പോ വിഷുവിന്. വിഷുവിന് എപ്പോഴില്ല, ചില സമയം. എന്നാലും വിഷു പൊതുവെ നമുക്ക് ഈ നാട്ടിൽ ആഘോഷിക്കാനാണ് താല്പര്യം അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചല്ലേ ബിജു? ചെറുതായിട്ട് നാട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നിട ചെറിയ ട്രെൻഡും അങ്ങനെയും തുടങ്ങി. എന്താണ് നാട്ടിൽ എന്താണ്? അല്ല ഇപ്പൊ എന്താ വെച്ചാല് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം ഒരു റെഡിമെയ്ഡ് ഓണം പോലെ. എല്ലാം പണ്ടത്തെ പോലെയുള്ള നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ഓണം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമാണ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂള് മാർച്ച് അവസാനം സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ April 1 മുതൽ ഈ വിഷുവിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ടായി.
നമ്മള് അന്ന് കാലത്തൊക്കെ നമ്മൾ ഗോലി കളിക്കും, ഈ കശുവണ്ടി പറക്കും, അതൊക്കെ കൊടുത്ത് വിറ്റിട്ടാണ് നമ്മൾ ഈ പടക്കം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ വന്നത്. പക്ഷെ ഇപ്പത്തെ ജനറേഷൻ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും ടിവിയിൽ എന്താണ് പ്രോഗ്രാംസ്, അതുപോലെ വേറെ എന്തെങ്കിലും പിക്നിക് പോവുക, അങ്ങനെയുള്ള ഒരു മോഡേൺ വിഷു ആ ഒരു ഇതിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പൊ. ദിവസവും വിഷു ആണ്. അതെ, പണ്ട് അങ്ങനെയല്ലോ. പണ്ട് ഓണം വിഷു ഒക്കെ വരുമ്പോഴാണ് പുതിയൊരു ഡ്രസ്സ് മേടിക്കുന്നത്, അതുപോലെ തന്നെ നമ്മള് എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം കൂട്ടി കഴിക്കുന്നത്. അതൊക്കെ നല്ല ഓണം വിഷു വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഉണ്ടാവുന്നത്. എന്താണ് വിഷുവിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? പായസം, അടപ്രഥമൻ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു ഫാമിലി എല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു സ്ഥലത്താണ് വിഷു ആഘോഷം അല്ലെ? അപ്പൊ ഇന്ന് ഇവിടെയാണ് ആഘോഷം അല്ലെ? അത് എല്ലാ ഫംഗ്ഷനും ഇങ്ങനെയാണോ? അതെ, ഓണവും വിഷുവും. എത്ര വർഷമായിട്ട് സുഹൃത്തുബന്ധമാണ്? ഞങ്ങൾക്കൊരു 4 വർഷം 5 വർഷത്തോളായി. കാരണം എന്റെ ചെറിയ പ്രായത്തിലെന്ന് ബിജു പറഞ്ഞപ്പം ഞാനൊരു 10-60 വർഷം പുറകിലേക്ക് പോയി. അതെന്ന് പറഞ്ഞ അല്ല, ഞാൻ വെച്ചത് സാധാരണ നമ്മളിപ്പോ വിഷുവിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെ സദ്യ തന്നെ നമ്മളുടെ നാടൻ രീതിയിൽ ഇലയിട്ടിട്ട് എല്ലാ വിഭവങ്ങളുമായിട്ടുള്ള സദ്യ. സ്പെഷ്യലായിട്ട് മാമ്പഴ പുൽശ്ശേരി, സാമ്പാർ, അങ്ങനെ. മാമ്പഴം തുടങ്ങി, സീസൺ തുടങ്ങി കഴിഞ്ഞു. മേടിച്ചോ? വിഷുവിന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ വന്നു തുടങ്ങി മാമ്പഴമൊക്കെ വന്നു. രത്നഗിരി എന്നൊക്കെ അല്ലെ? അതെ, ഇവിടെയാണ് ആക്ച്വലി നാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് ഈ ബ്രാൻഡഡ് മാമ്പഴങ്ങൾ, ആപ്പൂസ്, അതുപോലെ ഗുജറാത്തിൽ നിന്ന് വരുന്ന മാമ്പഴമുണ്ട്. നാട്ടിൽ അങ്ങനെയാണ്. നാട്ടിൽ നമ്മള് പുളിമാങ്ങ, മൂവാണ്ടൻ അങ്ങനെയുള്ളതാണല്ലോ. ഇത് ഇതെന്ന് പറഞ്ഞാൽ നാട്ടില് പണ്ട് ബിജു കല്ലെടുത്ത് മാവേന്ന് വാങ്ങാൻ. അല്ല, ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ അവൻ കണ്ടെയ്നറിലാണ് എത്തുന്നത്. അതിനിപ്പം ലോകത്തിന്റെ ഏത് മൂലക്കാലും ബിജുവിന് ഇവിടെ കൊണ്ടുവരും. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും. അതാണ് വിഷുവിന് പ്രത്യേകിച്ച്. ഇവിടെ ആരൊക്കെയാണ്? ഇവിടെ ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. യൂട്യൂബർ കുക്ക് ചെയ്യോ? ഞാൻ ചെലപ്പോഴെല്ലാം എനിക്ക് കുറച്ച് റെസിപ്പീസ് എല്ലാം അറിയാം, പക്ഷെ എനിക്ക് മാമ്പഴ പുളിശ്ശേരി അറിയാം ഇല്ല. പഠിക്കണ്ടേ? ഇന്ന് മോളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ നമുക്ക് മാമ്പഴ പുളിശ്ശേരി? നല്ലൊരു ഐഡിയ. എന്താണ് നിങ്ങൾ എന്താണ് പരിപാടി? വിഷുവിന് എന്താ പരിപാടി? ഇത് മോളെ കൊടുത്ത്. വിഷുവിന് രാവിലെ എണീക്കുക, കണി കാണുക, പിന്നെ സാമ്യ പ്രാർത്ഥിക്കുക, നന്നായി ഈ വർഷം പോണം. നല്ല അതിന് അല്ലല്ല, അതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പോരട്ടെ. അത് ശരി. അതെ, എത്ര രൂപ വരയ്ക്കും ഉണ്ട് ഇപ്പൊ ബാങ്കില്? എന്റെ ബാങ്കില് അത് എനിക്കറിയില്ല, അച്ഛക്ക് അറിയത്തുള്ളൂ. ഇത് പൈസ എടുക്കാറുണ്ട്, പേഴ്സിൽ. നമ്മളെ ഈ പ്രോഗ്രാം കഴിഞ്ഞത് ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ എങ്ങനെ അച്ഛൻ ക്യാഷ് ആയിട്ട് തരുന്നത് അതോ ഗൂഗിൾ പേ ആണ്? ക്യാഷ് ആയിട്ട് ഞാൻ തരണേ, കൈനീട്ട് അങ്ങനെ. ചെലവ് കൂടുതലായിട്ടാ. കാരണം ഇപ്പൊ നാട്ടിലേക്ക് ഗൂഗിൾ പേ കാരണം അവിടെ റിക്വസ്റ്റ് വന്നെടുക്കും. മരുമക്കളുണ്ട്, അപ്പൊ അവര് വിളിക്കും, ഇനിയിപ്പോ ഗൂഗിൾ പേ ആയിട്ട് അയക്കാലോ വിഷു കഴിഞ്ഞിട്ടോ. മറ്റു നമ്മൾ ചെല്ലുമ്പോ തരാമെന്ന് പറയും. ആ സമയത്ത് വിഷു ഉണ്ടാവില്ല, അപ്പൊ ഇവര് കൊടുക്കാണ്ട് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പൊ അവിടുന്ന് ഫോൺ വരും, വിഷു കഴിഞ്ഞിട്ടൊന്നും വെട്ടിയില്ല. വിഷുവിന്റെ ഓണത്തിന്റെ സദ്യയുടെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേ എപ്പോഴും നമ്മൾ നാട്ടിലൊക്കെ വിളിക്കുന്ന സമയത്ത് എല്ലാവരും പറയും നാട്ടിൽ വളരെ കോസ്റ്റ്ലിയാണ്. കാരണം അവിടെ ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസിനൊക്കെ ഭയങ്കര വില കൂടും. പക്ഷെ നേരെ മറിച്ച് ഇവിടെ വിഷുവും ഓണമൊക്കെ ആഘോഷിക്കാൻ ഏറ്റവും ചീപ്പായ വഴി ബോംബെയിലാണ്. അല്ല, അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് അവരെ ഇങ്ങോട്ട് വിളിക്കാൻ. വെള്ളരിയൊക്കെ ഉണ്ടല്ലോ, വെള്ളരിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഈ സമയത്ത് ഭയങ്കര കണിക്ക് എന്തായാലും നിർബന്ധമായിട്ട് വേണമല്ലോ. പക്ഷെ ഇവിടെ വെള്ളരി ഏത് കടയിൽ ചെന്നാലും സാധാരണ പ്രൈസ് ഉണ്ടായിരിക്കും. ഇപ്പൊ റേറ്റ് അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്കൊരു തമാശ ഒന്നും അറിയോ, നമ്മൾ ഈ മലയാളികൾ ഒരുപാട് എന്ത് കാര്യം ബാർഗൻ ചെയ്യില്ലേ? അതെ, ഈ ഒരു സുഖം കിട്ടും. കണിക്കുന്ന മാത്രം ഇങ്ങനെ പൂത്ത് കിടക്കും. ഇത് വൈകുന്നേരം പോയി പറിച്ചു കൊണ്ടുവന്ന് കടയിൽ കൊണ്ട് വിൽക്കും. എന്നിട്ട് ഇത് പൈസ കൊടുത്ത് നമ്മൾ മേടിക്കും. പക്ഷെ നമ്മൾ എന്താ പോയി പറിക്കാത്ത? അതെന്താ ബിജു? അല്ല, പൊതുവെ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, കടയിൽ മലയാളി കടയിൽ പോവാ. ഇന്നിപ്പോ നമ്മളിന്ന് ഒരു കടയിൽ ഒരു ഷൂട്ട് ചെയ്താൽ അപ്പൊ അവിടെ അങ്ങനെ, അപ്പൊ അവിടെ അവര് പറഞ്ഞു ഇന്ന് വൈകുന്നേരത്തേക്ക് എത്തുന്ന പറഞ്ഞു. തീർന്നു അവിടെ. അല്ല, എന്ന് വെച്ചാൽ വളരെ ബിസി ഷെഡ്യൂൾ. എല്ലാവർക്കും ഇവിടെ ഭയങ്കര ടൈമിന് ഭയങ്കര വാല്യൂ ആണ്. ബോംബെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലെയല്ല. അപ്പൊ കറക്റ്റ് ടൈമിൽ 6 മണിക്ക് പഞ്ച് ചെയ്തിട്ട് വേണം ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. അപ്പൊ 6 മണിക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ ഇവിടെ മരത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് തിങ്കളാഴ്ച. അതെ അതെ. അല്ല, ഇപ്പൊ നമ്മുടെ
അല്ല നാളെയാണ് വിഷു, വർക്കിംഗ് ഡേ. അപ്പൊ അല്ല അതുകൊണ്ട് നാളെ വർക്കിംഗ് ഡേ. അതുകൊണ്ട് നാളെ വൈകുന്നേരം ഉള്ളൂ. വൈകുന്നേരം ഉള്ളൂ. എന്ത് ബിസിനസ് ചെയ്യുന്നു? വർക്ക് ചെയ്യാണ് അല്ലേ? ഇവിടാണ് ഒരു ബിസിനസ്. അപ്പൊ ബിജു നാളെ എല്ലാവർക്കും ലീവ് കൊടുത്തോ? അല്ല ലീവായി. ഇവിടെ അങ്ങനെയൊന്നും സ്റ്റാഫിനൊക്കെ വിഷു സദ്യ ഒന്നും ഇല്ലേ? അതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മള് എറിഞ്ഞിട്ട് തല്ലും. അതില്ല, നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ്. അതെ, അത് ഒരു ദിവസം ഞങ്ങൾ മലയാളി എല്ലാ സ്റ്റാഫുകളും കൂടി ഒരു സെലിബ്രേഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു ദിവസം ഒരു സാറ്റർഡേ ഞങ്ങൾ ഒരു വിഷു സെലിബ്രേഷൻ വെക്കും. അതുപോലെ ഓണം വരുമ്പോൾ ഓണത്തിനൊരു ദിവസം നമ്മൾ സെലിബ്രേഷൻ വെക്കും. അതുപോലെ ഇവിടെയുള്ള ആൾക്കാരുടെ സെലിബ്രേഷൻ ദീപാവലി ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഓഫീസ് നമ്മൾ ഇതൊക്കെ വെച്ചില്ല. പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടമാണോ നമ്മുടെ ഈ സദ്യയും കാര്യങ്ങളും ഒക്കെ? അത് അവര് പറഞ്ഞു വളരെ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. സദ്യ നല്ല ഇഷ്ടം. മാമ്പഴ പുളിശ്ശേരി എല്ലാ വെറൈറ്റിയും എല്ലാം കഴിച്ചില്ലെങ്കിലും എല്ലാം വിളമ്പി ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ അവർക്ക് നല്ല അതിന്റെ ഒരു ഭംഗിയല്ലേ ഇങ്ങനെ എല്ലാം അല്ല ഇവിടെ ഒരു കൾച്ചർ ഉണ്ട് കേട്ടോ. നമ്മള് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ അയലക്കത്തുള്ള അന്യ ഭാഷക്കാരെ നമ്മൾ വിളിക്കും. അവർക്ക് ഈ ഇലയിൽ ഊണ് കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത്രയധികം വിഭവങ്ങൾ കാണുമ്പോൾ അവരുടെ സിമ്പിൾ ആണല്ലോ. ചപ്പാത്തി, ഒരു ബാജി, സബ്ജി കഴിക്കാറുള്ളൂ. ഇന്നൊരു ഫാമിലി പറഞ്ഞുള്ളൂ വിഷുവിന്റെ നാളത്തേക്കുള്ള എനിക്ക് പാർസൽ ഓർഡർ ചെയ്ത് തരേണ്ടത്. മഹാരാഷ്ട്ര ഫാമിലി പാർസൽ ഓർഡർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓൺലൈനിൽ ഈ സദ്യ കിട്ടുന്നുണ്ട് ഇപ്പൊ അല്ലേ? ഓൺലൈനിൽ. നിങ്ങളതല്ല, ഓൺലൈൻ ഉണ്ടോ? ഉറപ്പാ? ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. എല്ലാ വർഷവും നമ്മൾ വീട്ടില് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പൊ എല്ലാ മലയാളി ഹോട്ടലുകളിലും സ്പെഷ്യൽ വിഷു സദ്യ ഉണ്ട്, ഓണസദ്യ ഉണ്ട്. പിള്ളേരൊക്കെ ഇതിൽ കൂടും. നമുക്ക് അവരെ പിള്ളേരെ കുറിച്ച് ഡാൻസും ഒക്കെ കണ്ടാലോ അല്ലെ? നമുക്ക് അവരെ ഒന്ന് വിളിച്ച് നമുക്ക് ഡാൻസ് കാണാം. എവിടെ ആ യൂട്യൂബറിലേക്ക് വിളിച്ചേ? എവിടെ യൂട്യൂബർ? പ്ലീസ് കം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരേ ഒരു സെലിബ്രിറ്റിയാണ് അല്ലെ? യൂട്യൂബറാണ്. എന്തൊക്കെ പ്രോഗ്രാമാണ് ചെയ്യുന്നത് യൂട്യൂബിൽ? എന്തൊക്കെ ചെയ്യാം? അതെ, ഡാൻസ്, പിന്നെ എന്റെ ചേച്ചീന്റെ ഒപ്പം ഡാൻസ്, പിന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ അൺബോക്സിങ് ചെയ്യുന്നത്. മോളെ നമുക്കൊരു മോളെ ഡാൻസ് കണ്ടല്ലോ. ആരൊക്കെ ഉണ്ട്? മോളും ചേച്ചിയും പിന്നെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ ഗ്യാങ്ങിൽ? ഇവിടെ എന്റെ ചേച്ചിയൊന്നുമില്ല ഭരതനാട്യം ക്ലാസ്സില്, പക്ഷെ എന്നാലും ഇവരൊക്കെ ക്ലാസ്മേറ്റ്സാ ഭരതനാട്യത്തിന്റെ. ഭരതനാട്യം ക്ലാസ്മേറ്റ്സ്. അത് ഗൗരി ഉണ്ട്, പിന്നെ അത്തീന ഉണ്ട്, പിന്നെ ഗംഗ ഉണ്ട്. പിന്നെ എന്റെ ചേച്ചി ഡാൻസ് ക്ലാസ്സിൽ പോവാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡാൻസ് കളിച്ചാലോ? അതിപ്പോ എന്തായാലും ഓണം തന്നെ 3 മാസം 4 മാസം. ഓണം തുടങ്ങി ക്രിസ്മസിൽ അവസാനിക്കും, ക്രിസ്മസിൽ വീണ്ടും ഇവിടെ ഇല്ലേ റിലേ. ഓണം തുടങ്ങി ക്രിസ്മസിൽ അവസാനിക്കും, ക്രിസ്മസ് തുടങ്ങി അത് വിഷുവിലെത്തും. ഇനി വിഷു പോവും, നീണ്ടു പോവും. ഞായറാഴ്ചകൾ മാത്രമേ യൂട്ടിലൈസ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിഷു ഏകദേശം ഇപ്പൊ ഓണം വരെ ആഘോഷിക്കും അങ്ങനെയാണെങ്കിൽ അല്ലേ? അതെ, നമ്മുടെ നാട്ടിലൊക്കെ ഓണം ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഒറ്റ ദിവസമാണ് വിഷു സദ്യ അല്ലെങ്കിൽ ഓണസദ്യ ഉണ്ടത്. ഇവിടെ അങ്ങനെയല്ല. നമ്മളൊരു ഓണം ഒരു 25 ഓണസദ്യക്ക് നമ്മൾ ഉണ്ണും. ഏകദേശം എത്ര മലയാളി? ഇവിടെ ഒരു 8-10 ഫാമിലി ഉണ്ടായിരിക്കും. അപ്പൊ ഈ 10 ഫാമിലികൾ എല്ലാവരും ഒരുമിച്ചാണ്. നിങ്ങളൊരു വിഷുവായി, പിന്നെ ഓണമായി. എനിക്കൊന്ന് ഈ മഹാരാഷ്ട്രൻസ് കാണുമ്പോ അല്ലേ അവര് നമ്മളൊരു യൂണിറ്റി ഉണ്ടല്ലോ, അത് നമ്മളെ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര അറ്റാച്ച്ഡ് ആണ്, നിങ്ങൾക്ക് ഇത്ര ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അവര് നോക്കി കാണുവാണ്. നമ്മൾ ഇന്നത്തെ ഞാൻ കുറച്ച് യൂത്ത് ആൾക്കാരെ കണ്ടിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചു. അവർക്ക് ചെയറൊന്നും വേണ്ട. അവര് പറഞ്ഞു പക്ഷെ അവര് എന്തിനും തയ്യാറാണ്. ഇപ്പൊ പണ്ട് എങ്ങനെയാണെന്നറിയോ? പണ്ട് പറഞ്ഞത് നമ്മളൊരു 10 പേര് വന്ന് ഒരു സമാജം തുടങ്ങി. നിങ്ങൾക്ക് ഇവിടെ സമാജം ഉണ്ടല്ലോ? സമാജങ്ങളില്ലാത്ത മലയാളികൾ സമാജം ഉണ്ടാവും, ഒരു അമ്പലം ഉണ്ടാവും അല്ലെ? എല്ലാം ഉണ്ട്. അതൊന്നും അല്ലാതെ നമ്മളിങ്ങനെ കൂടുകയും ചെയ്യും. അതാണ് അല്ലാതെ വേറൊരു സമാജം. അടിപൊളി. അല്ല, നിങ്ങൾ എനിക്കൊന്ന് ഇത്ര പെട്ടെന്ന് അല്ലേ? ആരാണ് ഇതിന്റെ ഡയറക്ടർ? ആരാണ്? എല്ലാവരോടും. ഇന്നത്തെ സമയം ഏകദേശം കഴിയാറായി. ഇന്ന് നമുക്കൊപ്പം മുംബൈയിലെ യൂത്ത് അല്ലേ? എവിടെ എല്ലാവരും ഉണ്ടല്ലേ? ഓക്കെ. ഈ പൊതുവെ ഇപ്പൊ ഒരു പുതിയ വേർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, തന്ത വൈബ്
കേടുകയാണ് അല്ലേ? നിങ്ങൾ ഏത് വൈബിൽ പെടും? നമ്മൾ യൂത്ത് വൈബാ. യൂത്ത് വൈബാണ്. പൊതുവെ യൂത്തിനെ കുറിച്ച് വലിയ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ബോംബെ എല്ലാവരും, ബോംബെ എന്നല്ല ടോട്ടൽ നമ്മുടെ ഈ വെളിയിലുള്ള സമാജങ്ങൾ, അവർ പറയണത് എൻ്റെ മക്കളാരും സമാജത്തിലേക്ക് വരില്ല എന്നുള്ള. ഓണത്തിന് സദ്യക്ക് വിളിച്ചാൽ വരില്ല, പ്രോഗ്രാമിന് വിളിച്ചാൽ വരില്ല. പിന്നെ അവർ ടോട്ടലി പറയുന്നത് മൈ സൺ വിൽ നോട്ട് ടോക്ക് ഇൻ മലയാളം, യുനോ. നിങ്ങളായിരുന്നാണ് മലയാളം പറയും അല്ലേ? എഴുതും വായിക്കും സംസാരിക്കും. ഒന്ന് കൈവക്കിയ എഴുതും വായിക്കും സംസാരിക്കുന്ന കൈവക്കിയ എത്ര പേരുണ്ട് അവിടെ? അടിപൊളി, സംസാരിക്കത്തേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾ ഈ സമാജത്തിലേക്ക് വരാത്തത്? എന്തുകൊണ്ട്? ഇന്നത്തെ യൂത്ത് എന്ന് വെച്ചാൽ മെയിൻലി ഓഫീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോയി അവർക്ക് സമയം കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ഓഫീസും കഴിഞ്ഞ് എല്ലാവരും പഠിത്തവും കഴിഞ്ഞ് കിട്ടുന്ന സമയം ഞങ്ങൾ സമയത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാരണം ഈ യൂത്താണ് മുമ്പിലത്തെ ഫുൾ നോക്കേണ്ടത്. ഫ്യൂച്ചർ മൊത്തം അവരാണ് നോക്കേണ്ടത്. സമാജത്തിൽ വരാൻ താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്. പക്ഷെ കറക്റ്റ് വഴി കാട്ടിക്കൊടുത്ത എല്ലാ യൂത്ത് പിള്ളേരും അങ്ങനെ വരും. അല്ല, യൂത്ത് വരും ഉറപ്പാണ്. പൊതുവെ അവർ പറയണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു നിങ്ങൾ വരുന്നില്ലെന്നാ ആദ്യത്തെ കംപ്ലൈന്റ്. സെക്കൻഡ് കംപ്ലൈന്റ് ഒരു രസം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്തൊരു സമാജമാണ്, ഞാൻ പേര് പറയുന്നില്ല. ആ സമാജത്തിലെ പ്രസിഡന്റ്, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുള്ളി പ്രസിഡന്റ് ആയതാ. എന്റെ മകൻ കോളേജ് കഴിഞ്ഞു, പുള്ളി ഇപ്പോഴും പ്രസിഡന്റാ. അപ്പൊ നിങ്ങൾക്കാർക്കും അങ്ങനെ പ്രസിഡന്റ് ആവണം, സെക്രട്ടറി അങ്ങനെ ആഗ്രഹമൊന്നും അങ്ങനെയൊന്നുമില്ല. ഇല്ല. എന്താണ്? അല്ല, ഏതൊരു പോസ്റ്റ് വരണ്ടേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പ്രസിഡന്റ് ആയിട്ട് 24 hours നമ്മുടെ ഈ സമാജം ഒരു പോസ്റ്റ് വരുവാണ്. ഇപ്പൊ വിഷു ആണ് നാളെ, എന്തൊക്കെ ചെയ്യും? ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് വരുവാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാമെന്ന് ഇത് ചെയ്യും. നമ്മൾ യൂത്തിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഓരോരോ പ്രോഗ്രാം ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ഓരോരോ സെക്ഷൻസ് യൂത്ത് വിങ്ങിന് കൊടുക്കാം. ഇപ്പം കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അവർക്ക് എന്ത് പ്രോഗ്രാം ചെയ്യണോ അവരുടെ ഒപ്പീനിയൻസ് നമ്മൾ വാങ്ങിക്കും. എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്താ ഇൻട്രസ്റ്റ്. ഇപ്പൊ അങ്ങനെ നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ളവരുടെ അറിയത്തില്ല, ഞങ്ങളുടെ ഇവിടെ ഇപ്പം നടക്കുന്നുണ്ട്, സമാജത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇത്ര പേര്. ഇപ്പൊ ഇങ്ങനൊരു പോസ്റ്റ് കിട്ടി, ഒരു പോസ്റ്റ് ഇപ്പൊ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്ത് ഞാൻ നിൽക്കും. എന്ത് ചെയ്യും? ഇത് എന്താണ് നമ്മള് ആൾക്കാർക്ക് എത്ര ഉപകാരം പെടണോ അതുപോലെ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ കുറച്ച് കുട്ടികൾ കുറച്ച് 2-3 തവണയായിട്ട് സോഷ്യൽ ലൈഫായിട്ട് പാവങ്ങൾക്ക് ഇവർക്കൊക്കെ കുറച്ച് ഇതൊക്കെ ചെയ്തു. അതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാം. എത്ര നാളായി ഇപ്പൊ നിങ്ങളിപ്പോ ഇതൊരു സമാജത്തില് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണല്ലേ? എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നു? ഞങ്ങളിപ്പോൾ എല്ലാം പിള്ളേരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലമായി ഉണ്ടാവും ഞങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഒരാൾ മുന്നോട്ട് വന്നു, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു 10 ആൾക്കാർ ഇനിയും വരും നമ്മുടെ കൂടെ. അപ്പം ഞങ്ങളുടെയും അങ്ങനെയായിരുന്നു തുടങ്ങിയത്. ആദ്യം ഒരു 2 പേര്, ആ 2 പേര് പറഞ്ഞ് 4 പേരായി, 4 8ആയി, ഇപ്പോൾ ഇത്ര ആൾക്കാരായി. ഇതെല്ലാണ്ടും കുറെ ആൾക്കാരുണ്ട്. ഒരു 2-3 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കും. ഇപ്പൊ നമ്മൾ ഈ നടക്കുന്ന ഈ സമാജങ്ങളെ കുറിച്ച് നിങ്ങളുടെ എന്താണ് ഒരു തോട്ട്? അത് എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന സമാജത്തിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ കുറെ നാളായിട്ട് സമാജത്തിലുണ്ട്. അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് അവരുടെ ഒരു ജനറേഷന്റെ സമയത്തിനുള്ള തോട്ട് പ്രോസസ്സാണ്. അത് പതുക്കെ അത് ഒട്ടുമിച്ച് ഇത് മാറ്റുന്നതല്ല ഞങ്ങൾ പറയാറ്. പക്ഷെ എന്നാലും കുറെ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, ഡേറ്റ അനാലിസിസ് വന്നു. അപ്പം നമ്മുടെ എന്തൊക്കെ ഡേറ്റ ഉണ്ട് അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് കുറച്ച് പ്രോസസ്സൊക്കെ ഈസി ആക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പൊ ഞാൻ ഈ മുമ്പ് പറഞ്ഞൊരു തമാശ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാനീ പറഞ്ഞില്ലേ പ്രായമായ കക്ഷി, അദ്ദേഹം പ്രസിഡന്റായി, സെക്രട്ടറി എല്ലാം കഴിഞ്ഞ് പുള്ളി വീണ്ടും പ്രായമായി. അപ്പൊ ഒരു ദിവസം നോക്കൊണ്ട് പുള്ളിക്കാൻ നടക്കാനൊന്നും പോയി, പുള്ളിക്കാൻ നടന്നു പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് എവിടെ പോവാ? ഐ എം ഗോയിങ് ഫോർ ദ സമാജം തിങ്. ചേച്ചി എന്താണ് സംഭവം? പുള്ളി ഇപ്പൊ അവിടുത്തെ വലിയ പോസ്റ്റിൽ ഇരിക്കുക, ഏതാ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനാ. അപ്പൊ ഇത് മാറി നമ്മുടെ ഈ ന്യൂ ജൻ ഇതിലേക്ക് വരണം അല്ലെ? ന്യൂ ജൻ വരുന്നില്ല എന്ന് ഭയങ്കര കംപ്ലൈന്റ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായും ഒരു പോസ്റ്റ് വന്ന് ഏറ്റെടുക്കില്ലേ? യെസ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് പാടിക്കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ യൂത്തുകളെല്ലാം തയ്യാറാണ്, അവർക്ക് അവസരം ഒരുക്കുക എന്നുള്ളതാണ് നിങ്ങളേവരും ചെയ്യേണ്ടത്. നമ്മുടെ പഴയ തലമുറകളെല്ലാം നടന്നു നീങ്ങി, അവരുടെ പുറകെ ഇവരുണ്ട്. പക്ഷെ ഇവർക്ക് അവസരം നൽകിയാൽ അവർ നാളെ ഈ സമൂഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് നല്ല ആശംസ നേരാം. ഒപ്പം നല്ല പാട്ടോടുകൂടി തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. फिर मिलेंगे हम. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ട്. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ
മുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. ഹലോ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. കുട്ടനാടൻ കായലിലെ കിട്ടുവെള്ളം കുറയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി അന്തിക്കുളം കവർത്തി ഞാൻ ഇളങ്കള് കുടിക്കുമ്പോ പഴകഥ പഴയടി പുളിങ്കൊയിലേ പുള്ളിക്കൊയിലേ വെള്ളം തീവണം തള്ളിക്കൊയിലേ മന്ദത്തിലെ മേഘം പിരിക്കണം വേമ്പലാട്ട് കായൽ തിരകൾ തിരിക്കുന്നു തകതിമിതൃതേ അമ്പിളിച്ചുള്ളൻ വെള്ളം തുടിക്കുന്നു തകതിമിതൃതേ കുട്ടനാടൻ കായലിലെ കിട്ടുവെള്ളം പുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി കവർത്തി ഞാൻ ഇളങ്കള് കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കൊയിലേ. ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ഒരു അമൃത്വേണി ഉൽപ്പന്നം. കൊച്ചിനെ ഉപദ്രവിച്ച ദിവസം അവർ പറയുന്നുണ്ട് ഉപദ്രവിക്കേണ്ട, കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞു. വേണ്ട, കൊല്ലാമെന്ന് പറഞ്ഞത് അവരായിരുന്നു. ഭയം ഉണ്ടായിരുന്നു അല്ലേ? ഇവർക്കിപ്പോ ജാമ്യം കിട്ടുന്ന ഒരവസ്ഥയിലാണിപ്പോ. അതിജീവനത്തിന്റെ കഥ, ഒരു സുഹൃത്ത് ചതിച്ച കഥ.